ഈ പാർട്ടി രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരടുരേഖ പുറത്തിറക്കി. ബിജെപിക്കും ഹിന്ദുത്വ ശക്തികൾക്കുമെതിരെ പോരാട്ടം ശക്തമാക്കാനാണ് കരടുരേഖയിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സിപിഎമ്മിന്റെ രാഷ്ട്രീയ പ്രമേയ കരടുരേഖയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്കെതിരായി വോട്ടുകൾ ഏകോപിപ്പിക്കാനും അടവു നയം സ്വീകരിക്കുമെന്നാണ് കരടുനയം പറയുന്നത്. മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന് പ്രായപരിധിയിൽ നൽകിയ ഇളവിൽ ഇനി വരാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും കരടുരേഖ പുറത്തിറക്കിക്കൊണ്ട് പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായിട്ടും മോദി സർക്കാർ ഹിന്ദുത്വ അജണ്ട ശക്തിപ്പെടുത്തുകയാണ്. അതിനെതിരായ പോരാട്ടമാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നയം. ബിജെപിക്കെതിരെ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ വിശാലമായ ഐക്യം ലക്ഷ്യമാക്കിയുള്ളതാണ് പാർട്ടിക്ക് കോൺഗ്രസിനോടുള്ള നിലപാട്. എന്നാൽ കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമില്ലെന്നും മറിച്ച് സഹകരണമാകാമെന്നും കരട് പ്രമേയം വ്യക്തമാക്കുന്നു. തൊഴിലാളികളും കർഷകരും മറ്റധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുമായി യോജിച്ച സമരങ്ങൾ കൊണ്ടു മാത്രമേ പിന്തിരിപ്പൻ ഹിന്ദുത്വ അജണ്ടയെയും നവ ഫാസിസ്റ്റ് സ്വഭാവങ്ങളെയും ചെറുക്കാനാവൂവെന്നും കരടുരേഖ പറയുന്നു. അതിനായി ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യം ശക്തമാക്കും. പാർട്ടിയുടെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിപ്പിക്കും. ബംഗാളിലും ത്രിപുരയിലും പാർട്ടിയുടെ കെട്ടുറപ്പ് വീണ്ടെടുക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. First priority and emphasis is on developing the independent strength of the CPI, enhancing its political interventions, projecting the independent policies of the party, conducting more political campaigns among the people. സിപിഐഎമ്മിന്റെ എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യാനായി പുറത്തിറക്കിയ കരട് രാഷ്ട്രീയ പ്രമേയം അന്തർദേശീയ തലത്തിലെ പാർട്ടി നിലപാടുകളുടെ ഒരു സമഗ്ര ചിത്രം അവതരിപ്പിക്കുന്നു. പലസ്തീനെതിരായ ഇസ്രായേലിന്റെ വംശീയ യുദ്ധത്തിലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും അമേരിക്ക പിന്തുടരുന്ന തന്ത്രങ്ങൾ കരട് രേഖ തുറന്നുകാട്ടുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യവും ദാരിദ്ര്യവും പട്ടിണിയും അസമത്വങ്ങളും തൊഴിലില്ലായ്മയും പോഷകാഹാരക്കുറവും പെരുകുന്നതിന് പിന്നിലെ സാമ്രാജ്യത്വ കാരണങ്ങളും ചർച്ച ചെയ്യുന്നു. ലോകത്ത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ തിരിച്ചുവരവുണ്ടെങ്കിലും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ചെറുത്തുനിൽപ്പ് ആശാവഹമാണ്. ശ്രീലങ്ക, കൊളംബിയ, ബ്രസീൽ, മെക്സിക്കോ, ഉറുഗ്വ എന്നീ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് മുന്നേറ്റവും വലിയ പ്രതീക്ഷ പകരുന്നു. ആഗോളതലത്തിൽ AI ഉൾപ്പെടെ സാങ്കേതിക രംഗത്തുണ്ടായ കുതിപ്പുകൾ ജനങ്ങളുടെ താൽപര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും കരട് രാഷ്ട്രീയ റിപ്പോർട്ട് അടിവരയിടുന്നു. പാർട്ടിയിലെ നിലവിലെ പ്രായപരിധി തുടരുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് നൽകിയ ഇളവിൽ പാർട്ടി കോൺഗ്രസാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.